ജോണി 50,000 രൂപയും ജലീൽ 40,000 രൂപയും ജയൻ 20,000 രൂപയും മുടക്കി ഒരു കൂട്ടുകച്ചവടം തുടങ്ങി. ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയ 3,300 രൂപ ലാഭം മുടക്കുമുതലിൻ്റെ അതേ അംശബന്ധത്തിൽ വിധിച്ചു. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടി? അപ്പോൾ ഇവിടെ മുടക്കുമുതൽ നമുക്കറിയാം. എത്ര മുടക്കുമുതൽ? ഇവിടെ ആദ്യത്തെ ആളുടെ മുടക്കുമുതൽ 50,000 ആണ്. അടുത്തതിന് ശേഷം 40,000 രൂപയാണ് അടുത്ത ആളുടെ മുടക്കുമുതൽ. ശേഷം 20,000 രൂപയാണ് മുടക്കുമുതൽ. അപ്പോൾ ഇതിൻ്റെ അംശബന്ധത്തിലാണ്, ഇതേ അംശബന്ധത്തിലാണ് പിന്നീട് ലാഭം വീതിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അംശബന്ധം കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പൊതുവായിട്ടുള്ള 10,000 എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യാം. അംശബന്ധം പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? 50,000 പറയേണ്ട ആവശ്യമില്ല. 5:4:2 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ 5:4:2 അംശബന്ധം. അപ്പോൾ ഈ അംശബന്ധത്തിൽ നമുക്ക് 3,300 രൂപയെ വീതിക്കുമ്പോൾ ആ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 5 ആവില്ല, പകരം ഒരു മൾട്ടിപ്പിൾ 5x ഉണ്ടാവും. ഒപ്പം 4ൻ്റെ ഒപ്പം അതേ മൾട്ടിപ്പിൾ 4x ഉണ്ടാവും. 2ൻ്റെ ഒപ്പം അതേ മൾട്ടിപ്പിൾ 2x ഉണ്ടാവും. ഈ ലാഭങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ ലാഭം മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 3,300 രൂപ കിട്ടണം. അപ്പോൾ ഈ 5x-ഉം 4x-ഉം 2x-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5-ഉം 4-ഉം 9-ഉം 2-ഉം 11x കിട്ടും. നമുക്ക് 11x കിട്ടും. 11xൻ്റെ വിലയാണ് എന്ത് കിട്ടുക? 3,300 രൂപ കിട്ടുക. 11x 3,300 രൂപ ആകുമ്പോൾ എക്സിൻ്റെ വില 3,300-നെ നമ്മൾ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? 11 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് 3 കിട്ടും. അപ്പോൾ റിസൾട്ട് 300 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില 300 കിട്ടി. അപ്പോൾ ആദ്യത്തെ ആളുടെ ലാഭം എന്ന് പറയുന്നത് 5x ആണ്. അതായത് 5x300, 5x300 എത്ര കിട്ടും? 1,500 കിട്ടും. രണ്ടാമത്തെ ആളുടെ ലാഭം 4x, അത് 4x300, 4x300 എത്ര കിട്ടും? 1,200 കിട്ടും. മൂന്നാമത്തെ ആളുടെ ലാഭം 2x300, അത് എത്ര ആയിട്ട് കിട്ടും? അത് 600 കിട്ടും. അപ്പോൾ ഇതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. രണ്ടാം ചോദ്യം നോക്കാം. 3 ജലസംഭരണികളുടെ ഉള്ളളവുകൾ തമ്മിലുള്ള അംശബന്ധം 2:3:5 ആണ്. 2:3:5 ആണ്. ഏറ്റവും ചെറുതിൽ 2,500 ലിറ്റർ വെള്ളം കൊള്ളും. മറ്റ് രണ്ടെണ്ണത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. അപ്പോൾ 2:3:5 എന്ന അംശബന്ധം എടുക്കുമ്പോൾ നമുക്കറിയാം അത് 2 ആവില്ല, പകരം ഒരു മൾട്ടിപ്പിൾ 2x ഉണ്ടാവും, ഒരു ഗുണിതം 3x ഉണ്ടാവും, ഒരു ഗുണിതം 5x ഉണ്ടാവും. എന്ന് പറയുന്നതിൽ ഏറ്റവും ചെറുതിൽ 2,500 ലിറ്റർ വെള്ളം കൊള്ളും. അതായത് 2xൻ്റെ വില എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2xൻ്റെ വില എന്ന് പറയുന്നത് 2,500 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വില എത്രയായിട്ട് മാറും? 2,500-ൻ്റെ പകുതിയാവും. അപ്പോൾ 1,250 ആവും. അപ്പോൾ അടുത്തതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 3x. 3 ഇൻറ്റു എക്സിൻ്റെ വില 1,250 ആണ്. 3 ഇൻറ്റു 1,250 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 3,750 കിട്ടും. അടുത്തതിൽ 5x ആണ്. 5x എന്ന് പറയുമ്പോൾ എന്ത് കിട്ടുന്നത്? 5 ഇൻറ്റു 1,250. 5 ഇൻറ്റു 1,250 എന്ന് കിട്ടും. 5 ഇൻറ്റു 1000 5000. 5,250 എന്ന് പറയുമ്പോൾ 1,250 വരും. മൊത്തം 6,250 കിട്ടും. ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ കോണുകൾ 1:3:5 എന്ന അംശബന്ധത്തിലാണ്. ഓരോ കോണും എത്രയാണ്? അപ്പോൾ ആദ്യത്തെ കോണ് 1 ആവില്ല, 1x ആയിരിക്കും. രണ്ടാമത്തത് 3 ആവില്ല, 3x ആയിരിക്കും. അടുത്തത് 5 ആവില്ല, എന്തായിരിക്കും? 5x ആയിരിക്കും. ത്രികോണത്തിലെ കോണുകളുടെ സംബന്ധിച്ച് നമുക്കറിയാം, ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ 1x-ഉം 3x-ഉം 4x-ഉം 5x-ഉം 9x എന്ത് കിട്ടി? 9x = 180. അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടും? 180-ന് 9 കൊണ്ട് ഹരിച്ചാൽ എക്സിൻ്റെ വില എന്ത് കിട്ടും? 20 കിട്ടും. അപ്പോൾ ആദ്യത്തെ കോൺ എത്രയാണ്? 1x. 1x എത്രയാണ്? 20. രണ്ടാമത്തെ കോൺ എത്രയാണ്? 3x. 3x എത്രയാണ്? അപ്പോൾ 3 × 2 60. അടുത്ത കോൺ എത്രയാണ്? 5x. 5x പറയുമ്പോൾ 5 × 2 5 × 20 എത്ര കിട്ടും? 100 കിട്ടും. 100-ഉം 60-ഉം 20-ഉം കിട്ടും. ഒരു ത്രികോണത്തിൻ്റെ പുറം കോണുകൾ, ഇവിടെ അകക്കോണുകളാണ് പറഞ്ഞത്, ഇവിടെ എന്തായിട്ട് മാറി? പുറം കോണുകളായിട്ട് മാറി. ആ പുറം കോണുകൾ നമുക്കറിയാം 5x അംശബന്ധം പറയുന്നുണ്ട്. അപ്പോൾ 6x, അടുത്തത് 7x,
ഇതിൻ്റെ തുക നമുക്കറിയാം. പുറംകോണുകളുടെ തുക നമുക്ക് എപ്പോഴും ഏതൊരു ബഹുഭുജത്തിനും പുറംകോണുകളുടെ തുക എത്രയായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ 5x-ഉം 6x-ഉം 11x, 11x-ഉം 7x എത്രയായി? 18x. 18x സമയത്ത് എത്ര കിട്ടി? 360. എക്സിൻ്റെ വില എത്ര കിട്ടും? 360 ഹരിക്കണം 18 സമയത്ത് എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ 20 ആകുമ്പോൾ ഈ കോൺ 5 × 20 എത്രയായി? 100 ആയി. 6 × 20 എത്രയായി? 120 ആയി. 7 × 20 എത്രയായി? 140 ആയി. അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം 2:3:4 ആണ്. ഏറ്റവും വലിയ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഓരോ വശത്തിൻ്റെയും നീളം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം വശങ്ങൾ എന്ന് പറയുന്നത് 2x ആണ്, 3x ആണ്, 4x ആണ്. ഏറ്റവും വലിയ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഇതാണ് വലിയ വശം, ഇതാണ് ചെറിയ വശം. അപ്പോൾ ഈ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ 4x - 2x ബീജഗണിതം 2x കിട്ടി, 2x 20 കിട്ടി, x എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ x 10 ആകുമ്പോൾ 2xൻ്റെ വില എത്രയായി? 20 ആയി. 3xൻ്റെ വില എത്രയായി? 30 ആയി. 4xൻ്റെ വില എത്രയായി? 40 ആയി. അപ്പോൾ എല്ലാ വശങ്ങളുടെയും നീളം കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. ഒരു പെട്ടിയിൽ 3 നിറത്തിലുള്ള മുത്തുകളുണ്ട്. കറുത്ത മുത്തുകളുടെയും വെളുത്ത മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അതായത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള അംശബന്ധം 3:5 എത്രയാണ്? 5 ആണ്. വെളുത്ത മുത്തുകളുടെയും ചുവന്ന മുത്തുകളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. വെളുത്ത മുത്തുകളുടെയും പിന്നീടുള്ള ചുവന്ന മുത്തുകളുടെയും അംശബന്ധമാണ് ഏത് പറയുന്നത്? 2:3 എന്ന് പറയുന്നത്. എങ്കിൽ 3 നിറത്തിലുള്ള മുത്തുകളുടെയും എണ്ണം തമ്മിലുള്ള അംശബന്ധം എന്താണ് ചോദ്യം. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബ്ലാക്കും വൈറ്റും റെഡും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ചോദ്യം. ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം, ഇവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും 5 ആയിരുന്നു എങ്കിൽ നമുക്കിത് എഴുതാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ 5:1 എന്നാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് 3:5:1 എന്നാണ് എഴുതിയാൽ മതി. ഇനി ഇത് 2 ആണ്. ഇവിടെ 2 ആയിരുന്നെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് എഴുതാമായിരുന്നു. 3:2ഉം 2:3 ആണെങ്കിൽ 3:2:3 എന്നാണ് എഴുതിയാമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു വർക്ക് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതായത് ഈ 5നെ 2ൻ്റെ മൾട്ടിപ്പിളായിട്ടും ഈ 2നെ 5ൻ്റെ മൾട്ടിപ്പിളായിട്ടും ഈക്വലൈസ് ചെയ്യുക. ഇതിനെ മൊത്തം 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 × 3 എന്ത് വരും? 6 വരും. ഇവിടെ 2 × 5 എത്ര വരും? 10 വരും. അപ്പോൾ ഈ അംശബന്ധം രണ്ടും തുല്യമാണ്. അപ്പോൾ ഈ 2 കൊണ്ട് മൊത്തം 2നെ ഗുണിച്ചു. ഈ 5 കൊണ്ട് ഇതിനെ 2നെ ഗുണിക്കുക. അപ്പോൾ 5 × 2 എന്ത് വരും? 10 വരും. 5 × 3 എന്ത് വരും? 15 വരും. അപ്പോൾ 3:5 എന്ന് പറയുന്നത് 6:10 തുല്യമാണ്. 2:3 പറയുന്നതും 10:15 തുല്യമാണ്. ഇപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 6:10:15 ആണ്. അപ്പോൾ ഈ അംശബന്ധത്തെ നമുക്ക് എന്ത് എഴുതാം? 6:10:15 എന്ന് എഴുതാം. ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, ഒരു പൊതു ഘടകമുണ്ട്. ഇവിടെ പൊതുഘടകമല്ല. അതുകൊണ്ട് നമുക്ക് 6:10:15 ഇത് തന്നെയാണ് ഇതിൻ്റെ എന്താക്കി എഴുതാൻ പറ്റുന്നത്? ആൻസർ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നത് 6:10:15 എന്ന് തന്നെയാണ്. പൊതുഘടകം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്യാൻസൽ ചെയ്ത് എഴുതണം. ഇനി നോക്കാം. ഒരു ചതുരക്കട്ടയുടെ വീതിയും നീളവും ഉയരവും തമ്മിലുള്ള അംശബന്ധം 3:2:5 ആണ്. ഒരു ചതുരക്കട്ടയുണ്ട്. ചതുരക്കട്ടയ്ക്ക് വീതി, നീളം, ഉയരം ഇത് തമ്മിലുള്ള അംശബന്ധം നീളം, വീതി, ഉയരമുണ്ട്. അപ്പോൾ നീളം, വീതി, ഉയരം തമ്മിലുള്ള അംശബന്ധം 3:2:5 ആകുമ്പോൾ നീളം 3x ആയിരിക്കും, വീതി 2x ആയിരിക്കും, ഉയരം എത്രയായിരിക്കും? 5x ആയിരിക്കും. ഇതിൻ്റെ വ്യാപ്തം എങ്ങനെയാണ്? ചതുരക്കട്ടയുടെ വ്യാപ്തം ചതുരക്കട്ടയുടെ വ്യാപ്തം ഉള്ളളവ് കാണുന്നത് എങ്ങനെയാണ്? നീളം, വീതി, ഉയരം ഗുണിച്ചിട്ടാണ്. അതായത് 3x × 2x × 5x ആണ് വ്യാപ്തം. ആ വ്യാപ്തത്തിൻ്റെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 3750 ആണ്. അപ്പോൾ നമുക്ക് x × x × x എന്ത് എഴുതാം? x³ എഴുതാം. x³ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? 3750നെ ഈ 3, 2, 5 ഇങ്ങോട്ട് അരിക്കണം. 3 × 2 × 5 എന്നിരിക്കാം.
3 ഇൻറ്റു 2 ഇൻറ്റു 5 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ് ക്യൂബ് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 5 10ആണ്. അപ്പോൾ 10ഉം 10ഉം ക്യാൻസൽ ചെയ്തു. 375/3 ചെയ്യാം. 3 ഒരു വട്ടം പോവും, 7 2 വട്ടം പോവും, ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്. ഈ 3 6, ബാക്കി 1. 15ൽ I 3 15. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ വില എന്ത് കിട്ടി? 125 കിട്ടി. 125 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 5 ഇൻറ്റു 25 ഇൻറ്റു 5ആണ്. 5 ഇൻറ്റു 5 25 ഇൻറ്റു 5 125. അപ്പോൾ എക്സിൻ്റെ വില, എക്സ് ക്യൂബിൻ്റെ വില 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആകുമ്പോൾ എക്സിൻ്റെ വില എത്ര എടുത്താൽ മതി? 5 എടുത്താൽ മതി. അപ്പം നീളം കാണാം. നീളം 3x, 3 ഇൻറ്റു 15. വീതി 2x, 2 ഇൻറ്റു 5 10. ഉയരം 5x, 5 ഇൻറ്റു 5 25 എന്ന് കിട്ടും.